കേൾക്കുന്ന ദൈവവചനം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും. പുറമേ നിറവൊന്നും മാറത്തില്ല, പക്ഷെ നിങ്ങൾ ആള് മാറിക്കൊണ്ടിരിക്കും. യേശു ശമര്യക്കാരത്തിയായ സ്ത്രീയോട് അല്പസമയം സംസാരിച്ചു. അവൾ നാട്ടിലെ ആളുകളെല്ലാം പറഞ്ഞു മോശക്കാരിയാണ്, അനേകം ഭർത്താക്കന്മാരോട് ജീവിച്ചവളാണ്, ആരും അടുക്കരുതെന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കിയ ഒരു ശമരിയ സ്ത്രീ. ആ മകൾ യേശു ആ മകളുടെ അടുക്കലേക്ക് പോയി എന്ന് പറയുന്നതായിരിക്കും ശരി. ആ മകളുമായി യേശു അല്പസമയം സംസാരിച്ചു. ഉച്ച സമയത്താണേ വെള്ളം കോരാൻ വന്നേ. കാര്യം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അവൾ എല്ലാവരും ഒറ്റപ്പെട്ടവളായിരിക്കാം. പ്രത്യേകിച്ച് ശമരിയ സ്ത്രീകൾ എന്ന് പറയുന്നത് യഹൂദന്മാരുമായിട്ട് യാതൊരു ബന്ധവും വയ്ക്കത്തില്ല. യഹൂദന്മാർ അവരടിപ്പിക്കത്തില്ല, അതാ സത്യം. യേശു ഒരു യഹൂദനായിരുന്നു. എന്നിട്ടും യേശു അവൾ അടുക്കലേക്ക് പോയി അവളോട് സംസാരിക്കുകയാണ്. അവൾ മറ്റുള്ളവരുടെ കൂട്ടത്തല്ല വന്ന വെള്ളം എടുക്കാൻ, ഒറ്റയ്ക്കാണ്. എനിക്ക് തോന്നുന്നു അവൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു സഹോദരിയായിരിക്കാം, ആർക്കും വേണ്ടാത്ത ഒരു സഹോദരി. അവളോട് യേശു അല്പസമയം സംസാരിച്ചു, അത്ര മാത്രമേ ചെയ്തു. സർവശക്തനായ ദൈവത്തിന്റെ വചനം അല്പസമയം അവൾ കേട്ടു. വചനം പറയുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ആത്മാവുമാണ്. ഹല്ലേലൂയ. ആ വചനം അല്പസമയം കേട്ട് കഴിഞ്ഞപ്പോ ഈ മകൾ എന്ത് ചെയ്യുന്നറിയാവോ? പാത്രം കൊച്ചിട്ട് നേരെ ഓടി അവളെ സ്ഥലത്ത് പോയി. എവിടെ പോയി? തന്നെ വെറുക്കുന്നവരടുത്തേക്ക്, തന്നെ ഒറ്റപ്പെടുത്തുന്നവരടുത്തേക്ക്. ആരുടെ മുന്നിലാണ് തന്നെ മോശക്കാരി എന്ന് പറയുന്നത്? അവിടെ ഓടിപ്പോയിട്ട് അവൾ പറയുന്ന വാക്കിങ്ങനെയാണ്, മശിഹായെ ഞാൻ കണ്ടു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ ദേശത്ത് മോശമായി ജീവിക്കുന്ന ഒരു സഹോദരി ആയിക്കോട്ടെ, ഒരു സഹോദരനായിക്കോട്ടെ, ഇങ്ങനൊരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ന് പറയും? വിശ്വസിക്കാനേ വേണ്ട, ഇത് പൊട്ടത്തരോ കള്ളത്തരോ, ഇവളെ നമുക്ക് വിശ്വസിക്കാനേ കൊള്ളത്തില്ല. പക്ഷേ ഇവൾ പറഞ്ഞപ്പോ ഒരു ദേശം മുഴുവൻ അവളെ പുറകെ വന്നു. കാര്യം എന്നാണെന്നറിയാമോ? വെള്ളം കോരാൻ വന്നതുപോലെ അല്ല അവൾ തിരിച്ചു പോയത്. വന്നതൊരവസ്ഥയിലായിരിക്കും തിരികെ പോയത്. അവൾ യേശുവുമായി കണ്ടുമുട്ടിയ ശേഷം അവളുടെ ലൈഫിനെ തന്നെ ദൈവം ടോട്ടലി ചേഞ്ച് ചെയ്തു. ഞാൻ വിശ്വസിക്കുന്നു അവളുടെ വാക്കുകൾക്ക് ഇതുവരില്ലാത്തൊരു മൂർച്ച, ഒരു ശക്തി, അവളുടെ മുഖത്തൊരു പ്രകാശം. അതുമായി പോയി അവളുടെ ഒരു വാക്ക് പറഞ്ഞപ്പോ ഒരു കൂട്ടം, ഒരു ജനം അവളുടെ പുറകെ വരാൻ തയ്യാറായി. നിങ്ങൾ ദൈവമായി ഇരിക്കുന്ന സമയം സ്പെൻഡ് ചെയ്യുന്ന സമയമൊന്നും വേസ്റ്റ് അല്ല. ആ സമയങ്ങൾ നിങ്ങളെ മോൾഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ വാക്കുകൾ മാറും, ജീവിതം മാറും. ഇന്നലെ നീ ഓഫീസ് സ്ഥലത്ത് പോയതുപോലെയല്ല ഇന്ന് പോണേ, നാളെ പോണത്. പോകുമ്പോൾ ആൾക്കാർ നോക്കിട്ട് പറയും, എന്തോ മാറ്റമുണ്ട്, ഇവന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം, ഇവന്റെ വാക്കിന് എന്തോ ഒരു കനമുണ്ട്. വചനം പറയുന്നു, യേശുവിന്റെ വാക്ക് കേട്ടവരെല്ലാം പറഞ്ഞു, ഇവന്റെ വാക്ക് ശാസ്ത്രികളെ പോലെ അല്ല, പരീക്ഷന്മാരെ പോലെ അല്ല, അധികാരമുള്ള വാക്കാണ്. ഇവന്റെ വാക്കിന് ശക്തിയുണ്ട്, അത് മൂർച്ചയുള്ളതാണ്, തിരിച്ചു പറയാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ വാക്ക് അങ്ങനെ മാറും.